ഞാൻ എന്താ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ഡേ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ആ മെസ്സേജിന് ഇതായിട്ട് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. ഇന്ന് കുട്ടികളും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. സ്കൂളും മദ്രസയും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാം. രാവിലെ എണീറ്റ് ചായ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് രാത്രിയാണ് വീട്ടിൽ നിന്ന് എത്തിയത്. ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് കുറേ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ചായ ഉണ്ട് കാച്ചുന്നത്. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അവരൊക്കെ ഇങ്ങനെ എണീറ്റ് വരുന്നേ ഉള്ളൂ. രാവിലേക്ക് കടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പമാണ് കേട്ടോ. അപ്പം എന്നാൽ വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എണീക്കുമ്പോഴത്തേന് വേഗം ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവളെ കരച്ച് ഇതൊക്കെ കുറച്ച് സമയം അതുണ്ടാവും. ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് ചായ വലിയ ഇഷ്ടമല്ല. ഞാൻ വല്ലാതെ കഴിക്കലില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്. കാക്കു സുബൈക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാക്കു പിന്നെ ടാപ്പിംഗ് ആണ് ജോലി. അപ്പോൾ സുബൈക്ക് ഒരു 3 മണിയാകുമ്പോൾ കാക്കു വേണ്ടിയിട്ട് പോകും. ഇന്ന് വെള്ളിയാഴ്ച ആവുകൊണ്ട് ഇന്ന് കാക്കു നേരത്തെ വരും കേട്ടോ. ജമാക്ക് പോകാനാകുമ്പോഴത്തേനും വരും. പിന്നെ ചായക്ക് ചായൻ്റെ കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും. അല്ലെങ്കിൽ ചായ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ
എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഞാൻ പല്ലൊക്കെ തേച്ച് വരട്ടെ. വിളിച്ചിട്ടോ. അവളെ തൊപ്പി അറിഞ്ഞിട്ടൊക്കെ അവിടെ വിളിച്ചു. ചായ എടുത്തോളാ മിന്നുവാ. പല്ലൊക്കെ തേച്ച് ചായ അടിച്ചാൽ വന്നാ. ചായയും കടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചായ കിട്ടിച്ചേക്കില് നമ്മള് ശിസൂട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവള് അപ്പോൾ ചായ ഒന്നും അല്ല കേട്ടോ കുടിക്കുന്നത്. ഒക്കെ പൊടി വിരകിയിട്ടാണ് കൊടുക്കുന്നത്. രാവിപ്പൊടി വിരകിയിട്ടാണ് കൊടുക്കുന്നത്. ഹായ് വന്ന, ഹായ് വന്ന, ഹായ് ഹായ്. ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഗെയ്സ്. ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. മക്കളെ ചായ അടിച്ചാൽ മതി. മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നേരം വൈകിയത്. അല്ലെങ്കിൽ അവര് സ്കൂളിൽ പോകുന്ന നേരമായിട്ടുണ്ട്.
ഷീസൂട്ടിക്ക് പൊടി ഇറങ്ങണം കേട്ടോ. ഭക്ഷണം കൊടുക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അവള് ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കേയില്ല. ചോറ് വേണ്ട, മാമ ഉണ്ട്. മാമ ഉണ്ട്. ഈ ഷീസൂട്ടി മാമ വെച്ച് കണ്ടോട്ടെ. എല്ലാരും ഭയങ്കര മടിയാട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട്. ഞാൻ കയ്യിൽ എടുത്തിട്ട് വേണ്ട വേണ്ട വേണ്ട.
വെച്ചത് എല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെ കേട്ടോ അവൾക്ക് മാമ കൊടുക്കുന്നത്. അവൾ ഇഷ്ടപ്പെട്ട് കണ്ട് ഒന്നും കഴിക്കൂല കേട്ടോ. അവള് ചോറാണെങ്കിലും ഞാൻ മിക്സിയിൽ അരച്ചിട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ അവൾ വായ പൊളിച്ചിട്ട് കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, പറ ഹായ്, ഹായ് പറഞ്ഞ, ഹായ് പിന്നെ പറയ്. അപ്പം ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. മീനൊക്കെ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്, അതൊക്കെ എടുത്ത് വെള്ളത്തിലിടണം. ചോറ് തീമട്ടിട്ടില്ല. അപ്പം ഇനി അവളെ കുട്ടികളെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വേണം ഇനി അടുത്ത പണി. തീമട്ടിട്ടുണ്ട് കേട്ടോ. ഷീസോട്ടിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഷീസൂട്ടിയെ കൊഞ്ഞേ ഷീസൂട്ടി എൻ്റെ ഒരു ഇനി അടിച്ചാട്ടോ. അവർക്ക് പരത്തണത് അവനാൻ്റെ പരത്തണ അവനാ തന്നെ എടുത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരത്തണോർക്ക് യാതൊരു ഇതും ഉണ്ടാവും കേട്ടോ.
പണിയെടുക്കുമ്പോൾ മുട്ടായി തിന്നുന്ന ശീലമായിരിക്കലും ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ അടിച്ചരുമ്പോഴും തുടക്കുമ്പോൾ ഇങ്ങനെ ചോക്ലേറ്റുകളോ അല്ലെങ്കിൽ മുട്ടായികളൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ മുട്ടായി ഇതായിരുന്നു. ഇത് കറിക്കുള്ളത് മുരിങ്ങയാണ് കേട്ടോ. അയൽവാസി കൊടുന്ന് തന്നാണ് കേട്ടോ. ഇപ്പോൾ അവരെ മുരിങ്ങയുടെ കൊമ്പ് വെട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് കൊടുന്ന് തന്നായിരുന്നു. അപ്പോൾ ഇന്ന് കറി മുരിങ്ങ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പമാണല്ലോ, മുരിങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. മുരിങ്ങയിലെ മഞ്ഞ ഇലയും അതുപോലെ പുഴുവൊക്കെ ശരിക്കും നോക്കണം കേട്ടോ. നമ്മൾ ഇല വെക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിൽ പുഴുണ്ടാവും, മാറാലുണ്ടാവും ഒക്കെ ഉണ്ടാവും. ഇതിലുള്ള ഈ മടങ്ങിയ ഇലകളും അതുപോലെ ഈ മഞ്ഞ ഇലകളൊക്കെ കളയാണ് കേട്ടോ. കാക്കുന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇലക്കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് കാക്കു വെറുതെ കുടിക്കൂട്ടോ. കുട്ടികളവിടെ ഭയങ്കര തിരക്കാട്ടോ. അവരുണ്ടാവാണ്ട് കേട്ടോ ഷീസൂട്ടി എങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും കരഞ്ഞുകൊണ്ട്. ആരും ഇല്ലെങ്കിൽ ചോറൊക്കെ ഏതാനും വേകാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്കെല്ലാം റെഡിയാക്കിയാൽ ആ അടുപ്പത്ത് തന്നെ കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നത് റെഡിയാക്കുന്നത്. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷീസൂട്ടി അതിൻ്റെ ഇടയിൽ കൂടെ മിന്നും മോനും കച്ചറൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. ഷീസൂട്ടിയെ എനിക്ക് മുരിങ്ങ ഊരാൻ വെക്കോ? മുരിങ്ങ ഊരാൻ നല്ല കഴിയുന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ. നീ കണ്ടോ കേട്ടോ എത്ര കടുപ്പാണ് കഴിയാന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് മുരിങ്ങ വരാൻ കഴിയും കേട്ടോ. എനിക്കാണെങ്കിൽ ചെറുതായിട്ടേ കഴിയുള്ളൂ. ഷിസൂട്ടി മുരിങ്ങ കഴിഞ്ഞോ? ആ കഞ്ഞു എവിടെ പഠിച്ചേക്ക കാക്കു വിട്ടു കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുട്ടികളൊക്കെ തൊടുവിലാണ്. കാട്ടിട്ടില്ല കേട്ടോ കാക്കു. ഹായ്, വീഡിയോ കാക്കു ഇട്ട് ഞങ്ങൾ ചായ അടിച്ചാണ് ഫോണിൽ നോക്കുന്നുണ്ട്. അപ്പം കുളിച്ച ചീതട്ടി വെയിലുണ്ട്. കുളിച്ച നീ വെയിലാണ് തലേക്ക്. ആ വെയിലത്ത് വെള്ളത്തിലൊന്നും ഇരിക്കട്ടാ.
വാവെ കുളിപ്പിച്ചു തരാം. പാത്തിയതൊക്കെ അതോട് കിട്ടണേ. അത് ഓളെ കോളാണേ, ഓളെ കോളാണ്. ആ മേ കുറേ പച്ചമുളക് കൊണ്ടുമ്പോൾ നമ്മൾ കുറേ കാലം കേട് വരാതെ നിൽക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ ഇതുപോലെ ഓട്ടക്കൊട്ടയിലിട്ട് വെച്ചിട്ട് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് ഉണങ്ങിയ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നന്നായി കെട്ടി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇത് കേട് വരാതെ നിൽക്കുകയാണ് കേട്ടോ. രണ്ടാരും കഞ്ഞിട്ടോട്ടെ. തന്നെ ഷിസൂട്ടിക്ക് കഞ്ഞി കൊടുക്കണം. അതിന് കുറച്ച് പണികൾ അവരെ കഞ്ഞി കഴിഞ്ഞിട്ടാണ് അവർക്ക് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പള്ളി പോവാട്ടോ. ചുരുക്കുണ്ട്. മതി മതി, പോയിക്കോളി പോയിക്കോളി, പോയിക്കോളി. പെച്ചിയും മോനും പള്ളിയിൽ പോവാട്ടോ. പോയി ശിസൂട്ടി അവളെ കൊണ്ടാഞ്ഞിട്ട് തെറ്റിക്കാട്ടോ. മിന്നുണ്ടോ ശിസൂട്ടിനെ കുളിപ്പിച്ചത്? ശിസൂട്ടി നീച്ച നീച്ച് നിക്ക നീച്ചിക്ക.
ചുണ്ടി അയക്കുന്നു അയക്കണോക്ക ചിരൂട്ടി ചുണ്ടയ്ക്കണോ ചേട്ടാ ചുണ്ടയായോ ചുണ്ടയോട്ടു കുട്ടിമച്ചന്റെ ചുണ്ടരി കുട്ടി മാമാണോ വേണ്ട കേട്ടോ മാമ ഉപ്പ് വേണ്ട കേട്ടോ മാമ വേണ്ട ചുണ്ടരി കുട്ടിക്ക് മാമ വേണ്ട നരച്ചി വേണോ ചേച്ചി വേണ്ടേ എന്നാ പോവാ നമുക്ക് പോവാ ജുമായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പേര് ചക്കപ്പായോ ചക്കപ്പായല്ലോ എന്താണ് അവിടെ ഇരുന്നോളി ിന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ഉറങ്ങൂല കേട്ടോ ഒന്ന് വെറുതെ ഫോണിലൊക്കെ ഒന്ന് കളിച്ച് കിടന്നിട്ട് പിന്നെ ചായക്ക് ഇല്ല കടിയൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ കാക്കും മിന്നും ഒക്കെ ഉറങ്ങാണ് കേട്ടോ അവരൊക്കെ എണീക്കുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പം തന്നെ ഞാനൊന്ന് കടന്ന് എണീക്കാന്ന് വിചാരിച്ചേക്കാം കേട്ടോ ഉറക്കല്ല കേട്ടോ ഒന്ന് കടന്ന് എണീറ്റിട്ടുണ്ട് പിന്നെ കാക്ക എണീക്കുമ്പോഴേക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം പക്ഷെ എന്തോ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഇനിയിപ്പോൾ കുട്ടിയുടെ അമൃതപ്പൊടി ഉണ്ട് അത് വറുത്താലോ വിചാരിച്ചിങ്ങനെ നിൽക്കണം വേറെ ഒന്നും ഒരു മൂടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അമൃതപ്പൊടിയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചേക്കാം നിങ്ങൾ എത്ര പേര് അങ്ങനെ ഉണ്ടാക്കലുണ്ടെന്ന് എനിക്കറിയില്ല ഇനി ചായക്ക് വെള്ളം വെക്കണം അപ്പോഴേക്കും നമുക്ക് അമൃതപ്പൊടി ഒന്ന് റെഡി
ഈ ചൂട്ടിയേ ഇജിപ്പ് മാങ്ങ എന്നാ വേദി ഇരുന്നേ ഹായ് ഹായ് തിന്ന് ഞാൻ നോക്കട്ടെ തിന്നാൻ വയ്ക്കുണ്ടോക്കട്ടെ തിന്നാൻ വയ്ക്കുണ്ടോക്കട്ടെ തിന്നൊന്നുമില്ല കേട്ടോ അതിലിങ്ങനെ കളിച്ചിരിക്കാണ് കാക്കൂടെ ഫോണിലാട്ടോ തിന്നാണ് ഫോൺ തിന്നാൻ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി രാത്രിക്കില്ല ഒന്നും നടക്കുന്നില്ല ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ 3 ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നില്ലേ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം